ഹായ് മെച്ചപ്പരെ അവിടെ എല്ലാവർക്കും ബ്ലോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ വൈറൽ, അതായത് ഇപ്പോൾ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക സിമ്പിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നല്ല ബൺ എടുക്കുക, അതിനുശേഷം മിൽക്ക് മെയ്ഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടറാണ് കേട്ടോ. അതാണ് ഇച്ചിരി ഇത് ഉടച്ചെടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമുക്കൊരു ചായ വേണം, പക്ഷേ ഇറാനി ചായയാണ് വേണ്ടത്. തൽക്കാലം ഞാനിവിടെ വീട്ടിലത് നമ്മളെ പാൽ ചായ തന്നെ ഞാൻ സെറ്റാക്കി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുമക്കൾക്കും വലിയവർക്കെല്ലാം കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയാണ്. അതായത് ബട്ടറും മിൽക്ക് മെയ്ഡൊക്കെ ആകുമ്പോൾ അറിയാലോ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല അടിപൊളി ബണ്ണെടുക്കാൻ ശ്രമിക്കുക. എനിക്ക് കിട്ടിയത് അത്ര നല്ല ബണ്ണല്ല കിട്ടിയത്, എങ്കിലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ ആ ഒരു ബണ്ണിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും മിൽക്ക് മെയ്ഡും ചേർത്ത് നല്ലതുപോലെ ആ ബട്ടർ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആകെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, അതായത് ഒത്തിരി കട്ടിയാണെങ്കിൽ നമുക്ക് ബട്ടർ ഒന്ന് ഉടച്ച് സെറ്റാക്കി എടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കേട്ടോ. വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അടിച്ച് പൊടിച്ച് നല്ലപോലെ കുഴച്ചൊന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി, നമ്മൾ ആ ബണ്ണിനെ ഒന്ന് കീറി രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഈ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന സമയം ഫുള്ളായിട്ട് കട്ടാക്കാതെ, പിന്നെ ചിലർ ഇതിനെ ബട്ടറിൽ ഒന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ. പക്ഷേ ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതിനകത്ത് നല്ലതുപോലെ ഫില്ല് ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ ബട്ടർ മിൽക്ക് മെയ്ഡൊക്കെ കൂടുതൽ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് നല്ല രീതിയിൽ നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഇത് ഞാനൊരു അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പുറമേയൊക്കെ കുറച്ചുകൂടെ നല്ല ക്രീമി ആയിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എല്ലാം മധുരത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടും അതുപോലെ നമ്മുടെ കയ്യിലുള്ള മിൽക്ക് മെയ്ഡിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു കണക്ക് ഒരു പരിധി വരെ വെച്ച് ഞാനതെല്ലാം ഒന്ന് സെറ്റാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചങ്കളെ നിങ്ങൾ വീട്ടിലൊന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. അതായത് നമുക്ക് വീട്ടിൽ എന്താ പറയുക വെച്ച് ഒരു 3 ഐറ്റം മതി. ബണ്ണും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ്, ബട്ടർ, ഈ 3 ഐറ്റവും മാത്രം മതി കേട്ടോ. സിമ്പിളായിട്ടാണ് വൈകിട്ട് നമുക്ക് സാധാ ചായയോടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അവർ പറയുന്ന പോലത്തെ ആ ഒരു ഇറാനി ചായ നമുക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ എങ്കിലും അടിപൊളി ഒരു സാധാ ചായയുടെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആയിട്ടൊക്കെ ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചങ്കല തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വീട്ടിലത് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം അങ്ങനെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.